മറ്റേ നിങ്ങളെ കുപ്പായിട്ട് കണ്ടിട്ട് ആൾക്കാരുണ്ടല്ലോ തെബിലീഗ് ജമാഅത്ത്, അതിലും പെടാൻ പാടില്ല. ഡേഞ്ചറാ. കണ്ടാൽ നമുക്ക് ഇങ്ങനെ തോന്നുപോയി നല്ലോലാണ്. ഡേഞ്ചറാണ്, വെരി ഡേഞ്ചറാ. നമ്മളെ അനുഭവം ഞാൻ പറയണത്. ഒരു തെബിലീഗുകാരൻ മഞ്ചേരിയിലേ ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിച്ചാൻ കയറിയതാ. അപ്പോൾ തെബിലീഗിൻ്റെ മൗലവിൻ്റെ വേക്ക് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്കറിയാത് എങ്ങനെങ്കിലും ഇപ്പം എന്നെ ഓല ക്ലാസ്സിലിരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കിട്ടിയ ടേബിൾ ആ പള്ളിക്ക് കയറിയാണ്. തെബിലീഗിൻ്റെ പള്ളിയൊന്നുമല്ല, ലീഗുകാർ കൈകാര്യം ചെയ്യുന്ന പള്ളിയാണ്. പിന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. ലീഗ് എവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഈ ജന്തുക്കളും ഉണ്ടാവും, തെബിലീഗുകാർ. അങ്ങനെ എനിക്കും തോന്നി ഇതിപ്പോൾ എന്നെ ക്ഷണിക്കാനേക്കാരും വേക്ക് കൂടെ ഇങ്ങനെ നടക്കുന്നത്. അതിൽ ഞാനങ്ങനെ ഇന്നാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ പുറത്തൊരു ബോർഡുണ്ട്, അത് വായിച്ചാണ്. താങ്കൾ ഇവിടെ ഉള്ള ആളാണോ ചോദിച്ചു. അല്ല, ഞാൻ അങ്ങ് പാണ്ടിക്കാട് ഭാഗത്തുള്ള ആളാണ്. താങ്കൾ നിസ്കരിച്ചല്ലോ അല്ലേ? നിസ്കരിച്ചു കാരണം. പിന്നെ നമുക്കൊരു ക്ലാസ് ഉണ്ട്, അതിൽ എവിടെ ചോദിച്ചു. ഇങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും, താങ്കൾ ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല തായ്മയിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ക്ലാസ്സാണ്. ഇതൊരു റബീഉൽ അവ്വലും ആട്ടോ, അതാ രസം. ഇതൊരു റബീഉൽ അവ്വലാണ്. അപ്പോൾ എന്ത് ക്ലാസ്സാണ് ചോദിച്ചു. മതപരമായിട്ട് പഠിക്കാൻ ഉള്ളൊരു ക്ലാസ്സാണ്. എനിക്ക് ഇവരെ അറിയാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനും തന്നെ എന്താണ് റബീഉൽ അവ്വൽ മാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഒരു 5-8 ആളുകളുണ്ട്. എവിടുന്നൊക്കെ പിടിച്ചു കൊടുന്ന ചെറുക്കന്മാർ, എവിടുന്നൊക്കെ പിടിച്ചു കൊടുന്നൊക്കെയാണ് ചെറുക്കന്മാരെ. അങ്ങനെ ഒരു 5-8 ആൾക്കാരും പിന്നെ 2 മൗലവി. പായസമൊക്കെ ഉണ്ട്. എനിക്കാദ്യം പായസം തന്നു. ഞാൻ പറഞ്ഞു അവിടെ കെട്ടേറ്. കാരണം എനിക്ക് പിന്നെ പായസമല്ലേക്കാരും കിട്ടിയത്. കാരണം ഞാൻ അവിടെ പോയിരിക്കണം എന്താണ് ഈ തെബിലീഗ് ജമാഅത്ത് പയച്ചതാണോ അല്ലേ എന്നുള്ളതൊക്കെ പത്തപ്പിരി ഉസ്താദിൻ്റെ ഒരുപാട് പ്രസംഗത്തിൽ ഇവർ മൗലിദിന് എതിരാണ്, റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദൊന്നും ഓതൂല എന്നൊക്കെ പത്തപ്പിരി ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ റബീഉൽ അവ്വൽ മാസമാണല്ലോ. അപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇപ്പോൾ വലിയ മൗലവിമാരൊക്കെ കയറും, ഓല വലിയ ദത്ത ഈമ അല്ലെങ്കിൽ ദത്ത മൗലവി. ഞാൻ പറഞ്ഞു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലോ അല്ലേ. അപ്പോൾ മൗലവിമാർ റബീഉൽ അവ്വൽ മാസമാണ്, അതിനിപ്പോൾ എന്താണ് ചോദിച്ചു എന്നോടൊരു മൗലവി. അതിനിപ്പോൾ എന്താണോ മൗലിദ് ഓതുകാറും. ഞാൻ മൗലിദോ അല്ല, ഇത് മൗലിദ് ഓതുന്ന ക്ലാസ് അല്ലായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു ഒരു നല്ല പരിപാടി, നിങ്ങളിപ്പോൾ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങളെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നല്ലൊരു പരിപാടിയാണ്, അപ്പം എന്നാൽ നമുക്കൊരു മൗലിദ് ഓതിയിട്ടാണ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. താങ്കൾ പിന്നെ സ്വീപ്പാക്കരുത്, നല്ല രീതിയിൽ തന്നെയാണ് ഒരു പറയണത്. ചിലപ്പോൾ മുജാഹിദിനോടൊക്കെ പോയി പറഞ്ഞാൽ ചിലപ്പോൾ ആട്ടിവിടും. പക്ഷേ തെബിലിയാർ നല്ല രീതിയിൽ താങ്കൾ സ്വീപ്പാക്കരുത്, പിന്നെ ഇത് മൗലിദ് ഓതുന്ന ഇതല്ല. ഞാൻ പറഞ്ഞു മൗലിദ് ആകെ കുറച്ച് സമയം മതി, ഒരു മൗലിദാണ് ഓതുക. അപ്പോൾ പറഞ്ഞു മൗലിദിൻ്റെ ഏടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളെ ഫോണിൽ ഉണ്ടാവുമല്ലോ. അതിൽ പറഞ്ഞു ഇവിടെ പിന്നെ മൗലിദ് ഓതാനല്ല ഞങ്ങൾ വന്ന് ഇരിക്കുന്നത്. ആ പള്ളിയിലെ മുക്രി തടപ്പറമ്പുള്ള ഒരാൾ, അയാൾ എനിക്ക് സപ്പോർട്ടാണ്. അയാൾ ഇവരെ ഒഴിവാക്കിയെങ്കിൽ ഇവർ ഇവിടുന്ന് പോയെങ്കിൽ ഈ ശല്യം എന്നുള്ള മട്ടത്തിലാണ് അയാൾ നിൽക്കുന്നത്. ഞാൻ പിന്നീട് അത് മനസ്സിലാക്കി. കാരണം അയാൾ പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ല ആളാടാ, ഇങ്ങനെ വേണം, ഇറ്റങ്ങളെ ഒഴിവാക്കണം, ഇതേതാ വകുപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞതാണ്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാനും തന്നെ ഇങ്ങനത്തെ പാച്ചുപോയ ഈ ജന്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ, മുജാഹിദും ഈ തബ്ലീഗൊക്കെ എവിടെ ഉണ്ടോ നോക്കിയാണ്ട് ഇങ്ങനെ നടക്കുന്ന പണി തന്നെ വെച്ചു. അങ്ങനെ ഇവർ ലാസ്റ്റ് എന്തായിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, പത്തപ്പിരിയം ഉസ്താദിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിന്. താങ്കൾ പത്തപ്പിര്യത്തിൻ്റെ ആളാണല്ലോ ചോദിച്ചു എന്നോട്. അപ്പോൾ എന്തായാലും എന്നോട് വെച്ചക്കൂലെന്ന് വെച്ച് മനസ്സിലായിക്കാൻ പള്ളിയാണ്, അങ്ങനെ ആട്ടി വിടാനും അവർക്ക് വകുപ്പില്ല. പക്ഷെ ഓരോ ക്ലാസ് നടക്കുന്നിടത്തുനിന്ന് പിന്നെ ശല്യം ചെയ്യാൻ പാടില്ല, അപ്പോൾ മാറിക്കണം എന്നൊക്കെ പറയുമല്ലോ. പള്ളീൻ്റെ ഉള്ളിലാണിതേ ലീഗുകാർ ഭരിക്കുന്ന ഒരു പള്ളി. എന്തിനാണ് ആ ജന്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത്, ഇത്തരം ജന്തുക്കളെ?
അപ്പോൾ ഞാൻ ഈ മൗലിദ് ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ അതിനവർക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞു തബ്ലീഗ് ജമാഅത്തുകാർ മൗലിദിനെതിരാണെന്നുള്ള പത്തപ്പിരുസ പറഞ്ഞ് ഞാൻ കേട്ടിങ്ങനെ. അപ്പോൾ അത് ഇവിടെ യാഥാർത്ഥ്യമായി. നിങ്ങൾ ഓതലുണ്ടോ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഓതിക്കണോ ചോദിച്ചു. അതിനൊന്നും ഒരു മറുപടി ഇല്ല. അതിന് ഞാനെന്താട്ടി ഞാനങ്ങനെ പോന്നു കേട്ടോ അവിടുന്ന്. ഇനി തോന്നെ 4-5 ആൾക്കാർ പോലും ഇല്ലേ, ഞാൻ ഒറ്റക്കുമല്ലേ. അപ്പം ഞാൻ വല്ല ഇറങ്ങിപ്പോന്നു. പോകാൻ പറഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ്. അവിടെ നിൽക്കാൻ പറഞ്ഞ ഒന്നുകൂടി ഒന്നുകൂടി കൂടാൻ താല്പര്യമുണ്ട് ഇനി നമുക്ക്. അതേ സമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ വല്ലൊരു മൗലവി വേക്ക് കൂടെ എന്നോട് വന്നിട്ട് പറയുകയാണേ, താങ്കൾ ഇപ്പം ഈ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. ഞാൻ പറഞ്ഞു, ഓ, ഒരു തബ്ലീഗുകാരൻ്റെ മുമ്പിൽ ഞാൻ ഈ ചെയ്തത് ഏറ്റവും വലിയ ശരിയാണ്. അതിലയാൾക്ക് കീറടിച്ചു കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴേ അയാൾക്ക് കീറടിച്ചു. താങ്കളെന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചു എന്നോട്. ഞാൻ പിന്നെ എങ്ങനെ പറയേണ്ടത് ചോദിച്ചു. ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ, മൗലിദ് ഓതൽ, ഇത് ഞാൻ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് ഈ മൗലിദിനോട് കൂടി നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാണ് ഇതിനെ എതിര് നിന്നത്, അതാ തെറ്റ് എന്ന് പറഞ്ഞു. അതിൽ മൂപ്പരിനോട് പറയുകയാണേ, ഞങ്ങളെ കൂടെയുള്ള ആ ചെറുക്കന്മാരൊക്കെ അറിയുമോ ചോദിച്ചു. അറിയൂല പറഞ്ഞു ഞാൻ. മൂപ്പരെ അറിയോ വെച്ചാലും ഇന്നയാളെ വ്യക്തിപരമായിട്ട് അറിയുമോ എന്നുള്ളതല്ല ചോദിക്കുന്നത്. അവരൊക്കെ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച ചെറുക്കന്മാരാണ്. അവരാണ് ആ മുന്നിലിരിക്കുന്നത്. അവരടിയിലിട്ടുകൊണ്ട് ഇത്തരം സംസാരം താങ്കൾ നടത്തിയത് ശരിയായില്ല. ഞാൻ പറഞ്ഞു, അവരാണ് ചോദിച്ചു. അവരടിയിൽ ഞാൻ ആ നടത്തിയ സംസാരമാണ് ശരിയായത്. എന്തായാലും തബ്ലീഗ് ജമാഅത്ത് ശരിയല്ല എന്നുള്ളത് വെച്ചറിയാം. പിന്നെ ഓൾക്ക് എതിര് പറയൽ തന്നെയാണല്ലോ ശരി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ ചെയ്തതാണ് ശരി. നിങ്ങളവർ കള്ള് കുടിക്കണ്ടെങ്കിലും കഞ്ചാവ് അടിക്കണ്ടെങ്കിലും അതൊക്കെ ഹറാമാണ്. തൗബ ചെയ്താൽ പടച്ചോൻ പുറത്തു കൊടുക്കും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ, തബ്ലീഗിൻ്റെ വിശ്വാസമായാൽ, തബ്ലീഗിൻ്റെ വിശ്വാസം എന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ പോലും ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാതെ ഒരു മുസ്ലിമിൻ്റെ നിസ്കാരം പടച്ചറബ് സ്വീകരിക്കൂല. നിർബന്ധമാണ് മുത്തനബിനെ നിസ്കാരത്തിൽ പോലും വിളിക്കല്. ആ മുത്തനബിനെ വിളിക്കൽ പോലും തൻ്റെ വീട്ടിലുള്ള കഴുതെ, കാളെ, ആ കാളനൊക്കെ വിചാരിച്ചാൽ മതി. അവിടെ മുത്തനബിനെ ഓർക്കണീന് പകരം കാളനെ, കഴുതനെ ഓർത്താൽ മതി എന്ന് പച്ചക്ക് പഠിപ്പിച്ച ഈ തബ്ലീഗ് ഒരു ശരിയോ, ഒരു തെറ്റാ? അങ്ങനെ ഒരുപാട് പഴച്ച വിശ്വാസക്കാരാണ് ഈ തബ്ലീഗ് ജമാഅത്ത്. ഗൗരവമാണത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. സുന്നി ഉള്ള എടുത്ത് അവിടെ വന്നാണ്ട് ചിലപ്പം ദ്വാരക്ക് ഒക്കെ കച്ചൊന്തിച്ച് കാണ്ടും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മൗലിദിലൊക്കെ വന്നാണ്ട് ഇരുന്നാണ്ട് ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടിയിട്ടേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഗൗരവമാണ്. ഇത് നമ്മൾ അറിയാതെ നമ്മളതിൽ പെട്ടുപോകും. അതാണ് ഞാൻ പറഞ്ഞത് ഗൗരവമാണ് എന്നുള്ളത്. അറിയാതെ നമ്മളതിൽ പെട്ടുപോകും. അപ്പോൾ അത്തരം സംഗതികളൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത്രക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അവരടിയിൽ വെട്ടിച്ചാണ്ടാണ് താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അവരിപ്പോൾ കള്ളുടിച്ചിട്ടുണ്ടോ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കടുത്ത തെറ്റാണ്, ഹറാമാണ്. പക്ഷേ നിങ്ങൾ അവരെ ചെയ്യുന്നത് എന്താ? അവരെ ഈമാൻ കളിയല്ലേ ചോദിച്ചു. അവരെ വിശ്വാസം നഷ്ടപ്പെടുത്തിയല്ലേ നിങ്ങൾ തബ്ലീഗ് മതത്തിൻ്റെ വിശ്വാസമല്ല അവരിലേക്ക് കുത്തിവെക്കുന്നത്. മുത്തനബിൻ്റെ മദ്ഹ് പോലും പറയാൻ പറ്റാത്ത നിങ്ങളെ മുത്തനബിൻ്റെ മൗലിദ് ഓതി പറഞ്ഞപ്പോൾ അതിന് വരെ തടസ്സം നിന്ന് നിങ്ങളാ തെറ്റി കാരണം. അതിൽ മൂപ്പര് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടത്തിൽ ഇത് പൊയ്ക്കോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് മൗലവി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പോകുക തന്നെയാണ്, ഞാൻ ഓട്ടോറിക്ഷ ഓടുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പോകുകയും ചെയ്തു. അപ്പോൾ തബ്ലീഗ് ജമാഅത്ത് മൗലിദില്ല, ഒന്നുമില്ല, എല്ലാത്തിനും എതിരാണ് തബ്ലീഗ് ജമാഅത്ത്. അത് ആയത്തിൽ പഠിച്ചാലാണ് മനസ്സിലാകുക. എല്ലാവരും പെട്ടുപോകണ്ട, അതിലും പെട്ടുപോകണ്ട. തബ്ലീഗിലും മുജാഹിദിലും ജമാഅത്തിലും ഒന്നും പെട്ടുപോകണ്ട. നല്ല വിശ്വാസിയായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, അതാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിലായിട്ട് ജീവിച്ച് മരിക്കണം. അപ്പോഴാണ് ഈമാൻ ക്ലിയർ ആക്കുക. മനസ്സിലായില്ലേ? അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.